മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷവും ഉത്സവത്തിന് വിശേഷാൽ ആകർഷണീയമായ ഘടകങ്ങളുണ്ടാവും. അത് പ്രഗത്ഭമതികളായ വാദ്യകലാകാരന്മാരുടെയോ അല്ലെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന തലയെടുപ്പുള്ള ഗജവീരന്മാരുടെയോ അതുമല്ലെങ്കിൽ സുപ്രസിദ്ധരായിട്ടുള്ള മറ്റ് കലാകാരന്മാരുടെയോ ഒക്കെ സാന്നിധ്യം കൊണ്ട് വേറിട്ട ഉത്സവമായിരിക്കും ഓരോ വർഷവും. ഇത്തവണയും അപ്രകാരത്തിൽ മേള സജ്ജീകരണം എപ്രകാരമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ ആരാധ്യനായ കാരായ്മ അവകാശി ശ്രീ അനൂപ് കെ ജി നമ്മളോടൊപ്പം ഉണ്ട്. അനൂപ്ജിയോട് നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമസ്കാരം അനൂപ്ജി. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായി അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ് ഏറ്റുമാനൂരപ്പൻ്റെ തിരുവുത്സവം. അത് ഈ വരുന്ന ഫെബ്രുവരി മാസം 18-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി 18-ന് ആരംഭിക്കുന്നു, തിരുവാതിര നക്ഷത്രത്തിൽ ആറാട്ടോടെ. അപ്പോൾ ഈ ഉൾപ്പെടുന്ന 10 ദിവസങ്ങൾ വളരെ അധികം ഗംഭീരമായ രീതിയിൽ മേള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഒരു ഭാഗഭാക്കാകുകയാണ് അനൂപും. എന്താണ് ഇത്തവണത്തെ മേള സംവിധാനത്തെക്കുറിച്ച്, അതിൻ്റെ സജ്ജീകരണങ്ങളെക്കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്? തീർച്ചയായും ഈ തവണയും നമ്മുടെ ഏറ്റുമാനൂരപ്പൻ്റെ തിരുവുത്സവം പൂർവാധികം ഭംഗിയായിട്ട് തന്നെ നടത്തുവാനായിട്ട് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ശ്രീ അഭിലാഷ് സാറ്, കൂടാതെ മറ്റ് ഇവിടെയുള്ള 2 ജീവനക്കാരും കൂടി വളരെ ആത്മാർത്ഥമായിട്ടത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ വർഷത്തേക്കാളുപരി അതിഗംഭീരമായിട്ട് തന്നെ ഉള്ള വാദ്യകലാകാരന്മാരെ, കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള വാദ്യകലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ പഞ്ചവാദ്യ മേഖലയിലുള്ള ഉയർന്ന കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഇത്തവണ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഇപ്പം നിലവിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഗജകേസരികളും അണിനിരക്കുന്നുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 18-ാം തീയതി രാവിലെ കൊടിയേറി ഫെബ്രുവരി 10-ാം ദിവസമായ 26-ാം കൂടി സമാപിക്കുകയാണ്. കൊടിയേറ്റിൻ്റെ അന്ന് തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനായ ചോറ്റാനിക്കര സുഭാഷ് നാരായണമാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തിൽ തുടങ്ങി 9-ാം ഉത്സവം ചോറ്റാനിക്കര നന്ദപ്പച്ചേട്ടൻ്റെ പഞ്ചവാദ്യത്തോടു കൂടി ആണ് അവസാനിക്കുന്നത്. ഇതിനിടയിൽ 2-ാം ഉത്സവത്തിന് വൈക്കം ചന്ദ്രൻചേട്ടൻ, കൂടാതെ പരക്കാട് മഹേന്ദ്രൻ, ഒറ്റപ്പാല ഹരി, കോങ്ങാട് മധുവാശാൻ, പല്ലാവൂർ ശ്രീധരൻ, അങ്ങനെ വൻ നിരകളിൽ തന്നെ ഒരു താരചക്രവർത്തിമാരുടെ ഒരു പഞ്ചവാദ്യം തന്നെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കാഴ്ചശീവേലിക്ക് ഉണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഓരോ ദിവസവും നമ്മുടെ ചെറുക്കെ കാളിദാസൻ, 8-ാം ഉത്സവം മധുരപ്പുറം കണ്ണൻ, പന്നാട്ട് ബ്രഹ്മദത്തൻ, ചൈത്ര അച്ചു, അങ്ങനെയുള്ള ആനകളും കൂട്ടത്തിലുണ്ട്. എല്ലാ ദിവസവും തന്നെ രാവിലെ മേളങ്ങളും അതുപോലെ തന്നെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 2-ാം ഉത്സവം തൊട്ട് കല്ലൂർ ഉണ്ണികൃഷ്ണൻ്റെ, കലാമണ്ഡലം ശിവദാസൻ്റെ, അതുപോലെ തന്നെ മട്ടന്നൂർ ശങ്കരകുട്ടിമാരാർ, പിന്നെ ജയറാം, പിന്നെ അങ്ങനെ എല്ലാം പ്രഗത്ഭരായ കലാകാരന്മാരുടെ ഒരു മേള സംവിധാനം തന്നെ നമ്മൾ ഇത്തവണയും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഗംഭീരമായ രീതിയിൽ തന്നെ നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇതുവരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അനൂപിൽ നിന്നും നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ക്ഷേത്രമീഡിയ തത്സമയം ഈ ഉത്സവം, ലോകപ്രശസ്തമായ ഈ ഉത്സവത്തെ ലോകമെമ്പാടും വ്യാപിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ തീർച്ചയായും മേള ചക്രവർത്തിമാരും അതുപോലെ തന്നെ ഗജകേസരികളായിട്ടുള്ള സഖ്യപുത്രന്മാരുമൊക്കെ അണിനിരന്നുകൊണ്ട് ആഹ്ലാദവും ആനന്ദവും അതുപോലെ തന്നെ ആത്മസംഘർഷത്തിൽ നിന്നെല്ലാം മുക്തി നേടി അത്യാഹ്ലാദപൂർവ്വം ഈ ഉത്സവം ആഘോഷിക്കത്തക്ക രീതിയിലുള്ള ചേരുവകൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. വിഭവസമൃദ്ധമായ ഒരു സദ്യ ആസ്വദിക്കുന്നത് പോലെ. തീർച്ചയായും വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെയാണല്ലോ. ഉണ്ട്. രാവിലെ 18-ാം തീയതി രാവിലെ ആ സദ്യ അങ്ങ് വിളമ്പി തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നത് 27-ാം തീയതി രാത്രി വരെയാണ്. അതൊരു എന്താ പറയുക, ആറന്മുള സദ്യക്ക് തുല്യമായ രീതിയിൽ 64 കൂട്ടവും കൂട്ടിയുള്ള ഗംഭീരമായ ഒരു സദ്യ തന്നെയാണ് ഇതിനകത്ത്. ഒരിക്കലും ഒരു കാര്യങ്ങളും മാറ്റിവെക്കേണ്ട രീതിയിലല്ലാത്ത രീതിയിൽ അതിഗംഭീരമായിട്ട് ലോകം അറിയപ്പെടുന്ന രീതിയിലോട്ട് എത്തിപ്പെടാൻ പോകുന്ന ആ നിമിഷങ്ങൾ വരാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി ആ ദിവസങ്ങൾക്ക് കാത്തിരിക്കാം. ഞാനും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഏറ്റുമാനൂരപ്പൻ അതന്നെ
തീർച്ചയായിട്ടും ആ ഒരു ഇതിൽ എല്ലാ ഭക്തർക്കും തീർച്ചയായിട്ടും അതിലോട്ട് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം, അഘോരമൂർത്തിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. തീർച്ചയായും ഈ ഉത്സവകാലങ്ങളിൽ പ്രഭാതത്തിലെത്തുമ്പോൾ അഘോരമൂർത്തിയായും ഉച്ചസമയമാകുമ്പോൾ ശരവമൂർത്തിയായും വൈകുന്നേരത്ത് അർദ്ധനാരീശ്വരനായും ഒക്കെ നമ്മുടെ മുമ്പിൽ ദർശനം നൽകുന്ന ശ്രീ ഏറ്റുമാനൂരപ്പൻ എന്ന ഏഴര പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്ന ഭഗവത് കടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗംഭീരമായ ഒരു ഉത്സവത്തിലേക്ക്, ഏറ്റുമാനൂരപ്പൻ്റെ തിരുവുത്സവത്തിലേക്ക് ക്ഷേത്ര മീഡിയ എല്ലാവരെയും സഹർഷം സന്തോഷപൂർവ്വം ഭക്തിയാദരവോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു.